ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. ഇതാ, ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. യോസഫിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദൈവം ഒരാളെ ഉയർത്തണം എന്ന് വിചാരിച്ചാൽ മനുഷ്യർ എത്രയെത്ര തടസ്സങ്ങൾ ഉന്നയിച്ചാലും ഉണ്ടാക്കിയാലും അതിനെ തടസ്സപ്പെടുത്തുവാൻ കഴിയില്ല. യോസഫിനെതിരെ സഹോദരന്മാർ ഗൂഢാലോചന ചെയ്തു. യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. മിദ്യാനെ കച്ചവടക്കാർക്ക് വിറ്റു. അവിടുന്ന് പൊത്തീഫേറിന് വിറ്റു. പൊത്തീഫേറിൻ്റെ ഭാര്യയുടെ അപമാനവും നിന്ദയും താൻ സഹിച്ചു. കാരാഗ്രഹത്തിലായി. എല്ലാ തരത്തിലുള്ള അപമാനങ്ങളും നിന്ദകളും സഹിച്ചു. തൻ്റെ സ്വപ്നം മാത്രം നിലനിൽക്കുകയാണ്. എന്നാൽ സ്വപ്നം നൽകിയത് ദൈവമാണെങ്കിൽ അത് നടത്താനും കഴിവുള്ളവൻ ദൈവമാണ്. ദൈവമാണ് വാഗ്ദത്തം നൽകിയെങ്കിൽ അത് പൂർത്തീകരിക്കുവാനും ദൈവം ശക്തനാണ്. ദൈവമാണ് നിന്നെക്കുറിച്ച് ഒരു പ്രവർത്തന പദ്ധതി ഇട്ടെങ്കിൽ അത് നിന്നിലൂടെ തന്നെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. യോസഫിന് മുമ്പാകെ സഹോദരന്മാർ വീണുകിടന്ന് പറയുകയാണ്, ഞങ്ങൾ നിന്റെ അടിമകളാണ്. ഈ സ്വപ്നം യോസഫിന് കണ്ടപ്പോൾ സഹോദരന്മാർ നിന്ദിച്ചതാണ്. എന്നാൽ ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായി. സഹോദരന്മാർ യോസഫിനെ വണങ്ങുകയാണ്. ദൈവം എത്ര മഹോന്നതൻ!